നമസ്കാരം. ഞാൻ അനിൽകുമാർ. AK ഇൻഫർമേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നഗരസഭയിലെ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് സംസാരിച്ചു എങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടുള്ള ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കെട്ടിട നികുതിയും ഒന്ന് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. കെട്ടിട നികുതി. നമ്മുടെ വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഉള്ള കെട്ടിട നികുതി വർഷത്തിൽ 2 തവണയായിട്ടാണ് അർദ്ധവാർഷിക നികുതി സാധാരണയായി അടയ്ക്കാറുള്ളത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലെ ആദ്യ പകുതിയും ഒക്ടോബർ മുതൽ മാർച്ച് മാസങ്ങളിലെ രണ്ടാം പകുതിയും ആണ് ഉള്ളത്. ഇത് കൃത്യസമയത്ത് അടച്ചില്ല എങ്കിൽ പിഴ അടയ്ക്കേണ്ടതായി വരും. സാമ്പത്തിക വർഷം എന്നത് ഉദാഹരണം 2026-27 എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31, 2027 വരെയാണ് കണക്കാക്കുക. കലണ്ടർ മാസം അനുസരിച്ചല്ല സാമ്പത്തിക വർഷം കണക്കാക്കുക. ഇപ്പോൾ നഗരസഭയിൽ പോയി ക്യൂ നിൽക്കാതെ തന്നെ K-സ്മാർട്ട് ആപ്പ് വഴിയോ ഇ-നഗരം പോർട്ടൽ വഴിയോ വീട്ടിലിരുന്ന് തന്നെ നികുതി മുഴുവനായോ പകുതിയായോ അടയ്ക്കാം. രസീത് പ്രിന്റും എടുക്കാം. ഇനി ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്. കെട്ടിടം സ്വന്തം പേരിലാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണിത്. വൈദ്യുതി, വാട്ടർ കണക്ഷൻ, ബാങ്ക് ലോൺ എന്നിവയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ഇതിനായി അപേക്ഷിക്കുമ്പോൾ അവസാന കെട്ടിട നികുതി അടച്ച രസീതും ആധാർ പകർപ്പും ആവശ്യമാണ്. ഇത് മേൽപ്പറഞ്ഞ പ്രകാരം ഓൺലൈനിൽ അപേക്ഷിക്കാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വയ്ക്കുന്നത് ഭാവിയിലെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗത്തിൽ നഗരസഭയിലെ വിവിധ പെൻഷനുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നന്ദി.